ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലയോ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ്. നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അതുകൊണ്ട് മറക്കാതെ ഇതൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ അരി ഒന്ന് കഴുകിയെടുക്കണം. അതിന് നമ്മൾ 2 കിലോ അരിയാണ് എടുക്കുന്നത്. 2 കിലോ അരിക്ക് ഇപ്പോൾ 2 കിലോ അരി കൊള്ളുന്ന പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം അരി ഇടാൻ പോവാണ്. നമ്മൾ ഈ കണ്ണോപ്പ എടുത്ത് അരി തോരാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തോർന്ന് കിട്ടണം അത്. അപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളത്തിൽ ചില ഉപ്പിടുകയാണ്, ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. അപ്പോൾ നമ്മളിതിനെ ആഡ് ചെയ്യാൻ വേണ്ടി തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് നമ്മളിതെല്ലാം കൂടെ ചൂടായ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കിടന്നങ്ങ് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ബിരിയാണി അരി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കിലോ അരിക്ക് നമ്മളൊരു 200 ഗ്രാമോളം നെയ്യിടും. അപ്പോൾ നെയ്യെല്ലാം ഉരുകിയിട്ടുണ്ട്. നമ്മൾ അരി അതിനകത്തിട്ട് വറുത്തെടുക്കാൻ പോകാം. ഇപ്പം നമ്മൾ ഈ വറുക്കാൻ വെച്ചിരിക്കുന്ന അരി അത് ഈർപ്പമുണ്ടാകും. ഈർപ്പമൊക്കെ ഒന്ന് വറ്റി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരും, കളർ മാറി വരും. ചെറിയൊരു ചുവപ്പ് കളറിൽ, ഒരു ഗോൾഡൻ കളറിൽ വരും. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇറച്ചി കഴുകി റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. നമുക്കിത് ഏകദേശം ഒരു 4 കിലോ ചിക്കൻ വരുവേ കറി വെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടേക്കുക. ശകലം കറിവേപ്പില ഇട്ടു നമ്മൾ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 1/2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റിന് വെച്ചേക്കണേ. അപ്പോൾ നമ്മളിത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം സ്റ്റൗവിലുണ്ടായിരുന്നത്. നമ്മളിത് വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ വെച്ചേക്കുന്ന വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി അരി അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലല്പം നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. നമ്മൾ കറി വയ്ക്കാനുള്ള ചിക്കൻ ആദ്യം എണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയാണ്. ചെറുതായിട്ട് നമ്മൾ വറുക്കുന്നത്. നമ്മൾ ഈ ഒരു അളവിന് വറുത്തിങ് എടുക്കുകയാണ്. ഈ ഒരു അളവിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ താഴ്വശത്തെ ആ തീയൊക്കെ അങ്ങ് മാറ്റി. തീ കിടന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പോവും, തീയൊക്കെ മാറ്റി കനലിൽ നിന്ന് വേണം വേകാൻ. അപ്പോൾ നമ്മൾ കുറച്ച് കുഴിച്ചങ്ങ് മാറ്റും. എന്തിനാന്ന് വെച്ചാൽ ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാനാണ്. നമ്മൾ ആദ്യം അല്പം ബീൻസും പച്ചമുളകും അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ശകലം ക്യാരറ്റ്, നമ്മൾ വെജിറ്റബിൾസൊക്കെ അതിനകത്തിട്ടിട്ട് ഈ ചോറ് കൊണ്ട് തന്നെ അതങ്ങ് മൂടിയിടുകയാണ്. അപ്പം അതിനകത്തിട്ട് നല്ലോണം അത് ആ വെജിറ്റബിൾസൊക്കെ അങ്ങ് വേകും. ഒരു 5 മിനിറ്റ് അതിൽ അങ്ങനെ ഇരിക്കട്ടെ, ഇരുന്നങ്ങ് വേകട്ടെ. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പീസ് വെട്ടി കഴുകി
റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഈ മൂന്നും കൂടെ പേസ്റ്റ് ആക്കിയതാണ്. ഇത് ഫ്രൈ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുവാണ്. പിന്നെ ഒരു 5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തുണ്ട്. നമ്മളിപ്പോൾ ഈ മസാലയൊക്കെ ഇട്ടേക്കുന്നത് ഏകദേശം 2 കിലോയ്ക്ക് അടുപ്പിച്ച് ഇറച്ചി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മിക്സറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. നമുക്കല്പം മസാല വേണം, അതിൽ പൊടിച്ചെടുക്കാനാണ്. അല്പം പട്ട ഇട്ടു, തെക്കോലം, ഒരു ശകലം ഗ്രാമ്പൂ ഇട്ടു, ഒരു ശകലം പെരിഞ്ജീരകം, ശകലം ഏലക്ക. ഇതൊന്ന് പൊടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പം നമ്മൾ ആ പൊടിച്ച മസാല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിനകത്ത് അല്പം നാരങ്ങയോടെ പിഴിഞ്ഞ് കൊടുക്കും, ഒരു പകുതി. അപ്പോൾ നമ്മൾ അതെല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ഇരിക്കട്ടെ. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, സവാള ഈ 3 നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാം. ഇത് പെട്ടെന്നായി വരിക. അടുത്ത് നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്. നമുക്കതെടുക്കാം. നമുക്കിനി ഉള്ളി വറുത്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതെടുക്കാം. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ്, വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് പിന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നെയ്യിൽ പൊരിച്ചെടുത്ത സവാളയാണ്. അടുത്ത മല്ലിയില, പുതിനയില, അടുത്ത 3 കളറിലുള്ള പപ്പായ ഫ്രൂട്ട്സ്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ആദ്യം ഇച്ചിരി ഉള്ളി വഴറ്റിയെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു, അല്പം കറിവേപ്പില ഇട്ടു, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല മണം വന്നു തുടങ്ങി. 2 പച്ചമുളക് ഇടുന്നു. നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചെയ്യാം. നമ്മളിതിലൊരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. പിന്നെ മുളക് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ ഇടുന്നു. നമ്മൾ ആ പുരട്ടി വെക്കാനായിട്ട് മുളക് പൊടി ചേർത്തായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് ഇത്രേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് ഗരം മസാല. അപ്പോൾ ഇത് വരുന്നത് നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കും. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും നമ്മളായിട്ട മസാലയൊക്കെ ഒന്ന് പിടിക്കുക.
നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റൗവിൽ തന്നെ വെച്ച് വെക്കണം. ഈ വെള്ളം ഒന്ന് കുറുകണം. നമ്മൾ ടേസ്റ്റിന് വേണ്ടി ശകലം സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചിക്കനിൽ സോയ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ചോറ് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ നടുക്കാണ് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചത്. അടുപ്പത്ത് തന്നെ വെച്ചേക്കണം. ഒരു 5 മിനിറ്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടത്. നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡ് അതായിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്? നമ്മുടെ ക്യാമറമാൻ തോമാച്ചനാണ് ഇരിക്കുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. ചോറും നന്നായി വെന്തിട്ടുണ്ട്. ചിക്കന് നല്ല എരിയും ഉപ്പും ആ ഒരു ടേസ്റ്റ് മണം എല്ലാം നന്നായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ സൂപ്പർ ഇടുവായിട്ടുണ്ട്. സൂപ്പറായിരിക്കും. അരുമൈ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുന്ന വേണം കേട്ടോ. അതൊക്കെ എല്ലാവരും ട്രൈ பண்ணி பாருங்க. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. എന്തും ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമായല്ലോ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഇതുപോലത്തെ കിട്ടില്ല വീഡിയോസ് ലഭിക്കാനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് 3 ഓപ്ഷൻ ചോദിക്കും. നിങ്ങൾ അതിൽ ഓൾ കൊടുക്കുക. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. വീണ്ടും തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, സ്റ്റേ പോസിറ്റീവ്. ബൈ.